Hi my dear action takers, I hope you all are doing great. ഇന്ന് നമുക്ക് കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളുടെ ലക്ഷണങ്ങൾ നോക്കാം. നമ്പർ 1, നെഗറ്റീവ് സെൽഫ് ടോക്ക്. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 2, ഫിയർ ഓഫ് ഫെയിലർ ഓർ റിജക്ഷൻ. തോറ്റു പോകുമോ എന്ന് കരുതി ഒരു കാര്യവും സ്റ്റാർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ റിജക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നവരാണ്. നമ്പർ 3, അവോയ്ഡിങ് ചാലഞ്ചസ്. എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ചസ് കാണുമ്പോഴേ തന്നെ നോ പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യും. ഡിഫിക്കൽട്ടി ആക്സെപ്റ്റിംഗ് കോംപ്ലിമെൻറ്റ്സ്. എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ്സ് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ഞാൻ ഡിസേർവിങ് ആണോ എന്നുള്ളൊരു തോന്നലായിരിക്കും ഇക്കൂട്ടർക്ക് ഉണ്ടാവുന്നത്. ലിമിറ്റഡ് ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു കാര്യത്തിലേക്കും ഇറങ്ങി ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് പോകാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോഷ്യൽ ആങ്സൈറ്റി. കോൺഫിഡൻസ് കുറഞ്ഞവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ ഫോബിയ പോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ട എന്നുള്ള ഡൗട്ട്സ് ഇവർക്ക് ഒരുപാടുണ്ടാകും. സ്ട്രെസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. എപ്പോഴും നെഗറ്റീവ് സെൽഫ് ടോക്കും നെഗറ്റീവ് സെൽഫ് ഡൗട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ തന്നെ ഒന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കൂ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന്. സോ സ്റ്റേ ട്യൂൺ ഫോർ യെറ്റ് അനദർ പ്രൊഡക്റ്റീവ് വീഡിയോ. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ?